വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് ആവർത്തന പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തെല്ലാം കാണാൻ കഴിയുന്നത് ദൈവം തന്റെ ജനത്തോട് കൂടെ നിന്നു. എന്നാൽ ഈ 12-ാം അധ്യായം വന്നപ്പോൾ ഞാൻ കുറേ നേരം അതിനകത്ത് നിൽക്കുകയാണ്. ചില വിടുതലുകൾ ഇന്ന് ഇതിനകത്ത് സംഭവിക്കും. ഓ ജീസസ് 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 ജീസസ്. നിന്റെ കുടുംബത്തിൽ ചിലത് ഉടയേണ്ടത് നിനക്കറിയാം. എവിടെ എന്തൊക്കെയാ നിന്റെ ഉടയാത്തതെന്ന്. ഇസ്രായേൽ മക്കൾക്ക് മറ്റുള്ള ജാതീയ രാജാക്കന്മാരെ പറ്റി ഓർക്കുമ്പോ മുറിവുകളാണ്. പ്രൈസ് ദി ലോർഡ്. അടിമകളുടെ സീസണുകളാണ്. അവന്റെ ഇഷ്ടമല്ല, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇവന്റെ ആരോഗ്യം, ഇവന്റെ സമ്പത്ത്, ഇവന്റെ തലമുറകൾ. അപ്പൻ നോക്കി നിൽക്കുമ്പോ മകൻ പണിയെടുക്കുന്നു, മർദ്ദിക്കുന്നു. അഭിഷേകമുള്ള മോശയായതുകൊണ്ട് പ്രതികരിച്ചു. അഭിഷേകമില്ലാത്ത അപ്പനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? അപ്പനും അമ്മയും ഒരു പക്ഷേ അടുത്ത് പണിയെടുക്കുന്നുണ്ടാവും. അപ്പോഴായിരിക്കും ഒരു പടയാളി ചാട്ടവാറ കൊണ്ട് അവനെ അടിക്കുന്നത്. അവൻ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവത്തില്ല. അവന്റെ ആരോഗ്യം എല്ലാം ചണ്ടിച്ചാറ് പോലെ തീർന്നുകൊണ്ടിരിക്കുക. അടുത്ത സെക്കൻഡിൽ മകന്റെ മരണമായിരിക്കുക. മോശ അവിടെ ഇടപെട്ടത് ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ അതിനെ അടിച്ച് കൊന്നു. അഭിഷേകമുള്ളവന്റെ പ്രത്യേകത, ഈ പിശാച് മൂവ് ചെയ്യുന്നത്, കുടുംബങ്ങൾക്കകത്ത് മൂവ് ചെയ്ത് കണ്ടാൽ അവനങ്ങ് ആത്മമണ്ഡലത്തിൽ ഇമോഷനാകും. എന്തിനാ ദൈവദാസനെ ഇങ്ങനെ ദൈവവചനം പറയുന്നത്? സ്പിരിറ്റിനകത്തൊരു ഇമോഷൻ ഉണ്ട്. അതാണ് ദൈവത്തിന് പറയുന്നത്, എനിക്ക് അനുതാപമുണ്ട്, എനിക്ക് കരുണ തോന്നേണ്ടതിനോട്. ദൈവത്തിന്റെ കരുണ സീസണിൽ നീ ഒന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങിയാൽ ചില മണ്ഡലങ്ങളെ തകർക്കാൻ എന്റെ ദൈവം നിന്റെ മേൽ അവന്റെ ശക്തിയെ ചലിപ്പിക്കും.